മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം. CBI കേസിൽ സുപ്രീം കോടതിയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. ഇതോടെ കെജ്രിവാളിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം. എന്നാൽ അറസ്റ്റിന്റെ നിയമസാധുത സംബന്ധിച്ച് രണ്ടംഗ ബെഞ്ചിൽ ഭിന്നവിധിയാണ് ഉണ്ടായത്. അറസ്റ്റ് നിയമവിധേയമാണ് എന്നാണ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ വിധി. CBIയുടെ അറസ്റ്റ് നടപടിയെ ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ അതിരൂക്ഷമായി വിമർശിച്ചു. CBI കൂട്ടിലടച്ച തത്തയല്ല എന്ന് തെളിയിക്കണമെന്ന് ജസ്റ്റിസ് ഭുയാൻ വിധിന്യായത്തിൽ എഴുതി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ബൽറാം, CBIയുടെ അറസ്റ്റ് അക്കാര്യത്തിൽ കോടതിയിലെ രണ്ടംഗ ബെഞ്ചിൽ വ്യത്യസ്ത അഭിപ്രായം, വ്യത്യസ്ത വീക്ഷണം ഉണ്ടായിട്ടുണ്ട്. അതിൽ ജസ്റ്റിസ് ഭുയാൻ കുറെ കൂടി കടുത്ത ഭാഷയിൽ CBI വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം CBI കൂട്ടിലടച്ച തത്തയല്ല എന്ന പഴയ പരാമർശം സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ നമ്മൾ കേൾക്കുകയാണല്ലേ? വിജയകുമാർ, അരവിന്ദ് കെജ്രിവാളിന്റെ രണ്ട് ഹർജികളിലാണ് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് ഇന്ന് വിധി പ്രസ്താവിച്ചത്. അതിൽ ആദ്യത്തേത് CBIയുടെ അറസ്റ്റും തുടർ നടപടികളും നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജിയാണ്. അദ്ദേഹത്തിന്റെ അറസ്റ്റിന്റെ നിയമസാധുത, ഒപ്പം തന്നെ സ്ഥിര ജാമ്യം അനുവദിക്കാമോ, കസ്റ്റഡിയിലുള്ള ആളെ അറസ്റ്റ് ചെയ്യാനാകുമോ, ഈ മൂന്ന് കാര്യങ്ങളാണ് പരിഗണിച്ചത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ബെഞ്ചിന്റെ അധ്യക്ഷനായ ജസ്റ്റിസ് സൂര്യകാന്ത് വിധി പ്രസ്താവിച്ചത്. കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന ഹർജി ജസ്റ്റിസ് സൂര്യകാന്ത് തള്ളി. അതേസമയം വ്യക്തി സ്വാതന്ത്ര്യത്തിനാണ് മുൻതൂക്കം നൽകേണ്ടത് എന്നും ജയിൽ എന്നുള്ളത് ഒരു ഉപാധി മാത്രമാണ് എന്നുമാണ് അദ്ദേഹം വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മുൻതൂക്കം നൽകി ഈ കേസിന്റെ വിചാരണ നടപടികൾ നീണ്ടുപോകുന്നു എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ജാമ്യം അനുവദിച്ച തീരുമാനത്തോട്, വിധിയോട് ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ യോജിച്ചു. ജാമ്യം അനുവദിക്കേണ്ടതാണ് എന്നും അനന്തമായി കേസ് നീളുന്നത്, വിചാരണ നടപടികൾ ഒരു ശിക്ഷയായി മാറുന്നതും ശരിയല്ല എന്നുമാണ് അദ്ദേഹം വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കിയത്. അതേസമയം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത CBIയുടെ നടപടികളെ അദ്ദേഹം തന്റെ വിധി പ്രസ്താവത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ സമയക്രമവും രീതികളും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പ്രത്യേകിച്ച് ED കേസിൽ ജാമ്യം ലഭിച്ച് കെജ്രിവാൾ പുറത്തിറങ്ങില്ല എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ അറസ്റ്റ് ഉണ്ടായത് എന്നാണ് വിധി പ്രസ്താവത്തിൽ അദ്ദേഹം വിശദീകരിച്ചത്. ഒപ്പം തന്നെ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് കൽക്കരി പാടം കുംഭകോണ കേസിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ രൂക്ഷ വിമർശനം, കൂട്ടിലടച്ച തത്തയാണ് പോലെ CBI പെരുമാറുന്നു എന്നുള്ള വിമർശനം ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഒരിക്കൽ കൂടി കേട്ടു. ഈ CBIക്കെതിരെ തന്നെ കൂട്ടിലടച്ച തത്തയാണ് അല്ല എന്ന് CBI തന്നെ ഉറപ്പാക്കേണ്ടതാണ് എന്നാണ് ജസ്റ്റിസ് ഭുയാനിൽ നിന്നുണ്ടായ പരാമർശം. CBIയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഈ കേസിൽ അദ്ദേഹം ഇന്ന് തന്നെ ജയിലിൽ നിന്നും പുറത്തിറങ്ങും. വിധിയെ ആം ആദ്മി പാർട്ടി സ്വാഗതം ചെയ്തിട്ടുണ്ട്. നുണയ്ക്കെതിരായ സത്യത്തിന്റെ വിജയം എന്നാണ് മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ വിധിയെ വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പാർട്ടി ആസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിജയകുമാർ. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. CBIയുടെ അറസ്റ്റിൽ അക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഹർജി പരിഗണിച്ച ബെഞ്ചിൽ ഭിന്ന വിധിയാണ് ഉണ്ടായത്. CBI കൂട്ടിലടച്ച തത്തയല്ല എന്ന് തെളിയിക്കണം എന്നാണ് ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ വിധിന്യായത്തിൽ എഴുതിയത്. എന്നാൽ അറസ്റ്റ് നീതിയുക്തമാണ് എന്നും നിയമപ്രകാരമാണ് എന്നും ജസ്റ്റിസ് സൂര്യകാന്ത് വിധിയിൽ എഴുതുകയും ചെയ്തു. വിശദാംശങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകി.